CPM BJP ബന്ധം എല്ലാ മറകളും നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതും തലസ്ഥാന നഗരിയിൽ തന്നെ. CPM നേതാവും മുൻ MP-യുമായ എ സമ്പത്തിന്റെ സഹോദരനെ BJP സ്ഥാനാർത്ഥിയാക്കിയതോടെ ഇനി BJP CPM രഹസ്യ ചർച്ചകളൊക്കെ ആ വീട്ടിൽ വെച്ച് തന്നെ നടത്താം എന്നുള്ളതാണ് ഒരു ഗുണം. അങ്ങനെയാകുമ്പോൾ ആരും സംശയിക്കുകയും ചെയ്യില്ല. ഏതായാലും എല്ലാവരും പറയുന്നത് പോലെ തന്നെ CJP സഖ്യം ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് CPM നേതാവ് എ സമ്പത്തിന്റെ സഹോദരനും ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റുമായ എ കസ്തൂരി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി തൈക്കാട് വാർഡിൽ നിന്നും മത്സരിക്കുന്നത്. CPM നേതാവായിരുന്ന കെ അനിരുദ്ധന്റെ മകനായ കസ്തൂരി മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നറിയുമ്പോൾ പണ്ടുകാലത്താണെങ്കിൽ കേരളം ഒന്നടങ്കം ഞെട്ടിപ്പോകുന്ന വാർത്തയായിരുന്നു. എന്നാൽ ഇന്നത്തെ CPM-നെ അറിയുന്നവർ ആരും ഞെട്ടാനൊന്നും പോകുന്നില്ല. നരേന്ദ്രമോദിയുടെ കാരുണ്യത്തിൽ കഴിയുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM BJP-യോടൊപ്പമായി എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അത് വളരെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ് കസ്തൂരിയെ BJP സ്വീകരിച്ചത് തന്നെ. BJP-യുടെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPM നേതാക്കളുമായുള്ള തങ്ങൾക്കുള്ള നല്ല ബന്ധം പരാമർശിച്ചുകൊണ്ടാണ് ഈ കസ്തൂരിയെ BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതും സ്ഥാനാർത്ഥിയാക്കിയതും. അതുതന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി നടക്കാൻ പോകുന്നതും. ഈ രാജ്യത്ത് എവിടെയാണെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന BJP ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുകയുമില്ല, അവരോട് കൂട്ടുകൂടുകയും ഇല്ല എന്നുറപ്പാണ്. എന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞ CPM-ഉം BJP-യും ഒരു ചരിത്ര നിയോഗം പോലെ ഇപ്പോൾ കേരളത്തിൽ ഒന്നിക്കുകയാണ്. കേരളം കണ്ട എക്കാലത്തെയും നല്ല കമ്മ്യൂണിസ്റ്റും CPM നേതാവുമായ അനിരുദ്ധന്റെ മകൻ BJP-യുമായും സംഘപരിവാറുമായും ഇത്രയും പെട്ടെന്ന് കൈകോർക്കാൻ ഉണ്ടായ കാരണം അത് അടുത്ത കാലത്തുണ്ടായ BJP CPM ബന്ധം തന്നെയാണ്. അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ കസ്തൂരിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. LDF-ന്റെ സിറ്റിംഗ് വാർഡായ തൈക്കാട് കസ്തൂരി BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, BJP CPM സഖ്യത്തിൻ്റെ ഉറവിടമായി തൈക്കാട് വാർഡ് മാറുകയാണ്. ഏതായാലും AK ആന്റണിയെയും K കരുണാകരനെയും ഒക്കെ പറഞ്ഞ് കരഞ്ഞവർക്ക് ഇനി അങ്ങോട്ട് നോക്കി കരയാം.